ലക്കി ഫാമിലിയൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വൈറ്റ് കളർ കറി വെക്കാം. ആദ്യം ചെയ്യേണ്ടത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് കടല വെള്ളത്തിലോട്ടിടാം. ഈ കടല വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിലടിപ്പിക്കണം ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാം. വേവാൻ പാടില്ല. മറ്റു കടലക്കാട്ടിൽ എളുപ്പം പെട്ടെന്ന് വേവുകയും ചെയ്യുമ്പോൾ പിന്നെ വെള്ളം ഇങ്ങനെ വെള്ളം വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് പിന്നീട് ഉപ്പ് നമുക്ക് ചേർക്കാം. മസാല ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കങ്ങ് അടച്ച് വെക്കാം. അടച്ച് വെച്ച് 3 വിസിൽ വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് അപ്പോഴത്തെ അടുപ്പിലോട്ട് മസാല റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടല്ലോ നമുക്ക് വെക്കാം. ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതലും വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിലായിരിക്കും നല്ലത്. നമുക്ക് ആദ്യം ചീനിച്ചട്ടി ചൂടായി തുടങ്ങി നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ കുറച്ച് അത് വഴറ്റാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കും. ജീരകം നമ്മൾ അളവില്ല, അത് അറിയാമല്ലോ. അത് കടുക് വറുക്കുന്നത് പോലെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു. ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അത് കഴിയുമ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ജീരകമൊക്കെ പച്ചമണത്തിൻ്റെ ഒരു നാറ്റം വരുമ്പോൾ 2 പച്ചമുളക് ഞാനിപ്പോൾ 1 ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ മസാലയൊക്കെ ചേർക്കുന്നു. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇതിൻ്റെ കളറ് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി ഒരു കളറാവട്ടെ. ഇത് നമുക്ക് ചെറുത മാറ്റം വന്ന് വിടണം. പിന്നെ സവാള ഒരു വലിയ ഉള്ളി ഒരെണ്ണം ചേർക്കണം. ഒരു വലിയ ഉള്ളിയുടെ അരിഞ്ഞ് വെച്ചിരിക്കൊണ്ട് നമുക്ക് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റണം. സവാള എളുപ്പം വഴാൻ വേണ്ടി സവാള ഉപ്പും കൊടുത്ത് വെക്കാം. സവാള എളുപ്പം വഴഞ്ഞെടുക്കുക. ഇത് പൂരിയുടെ കൂടെയൊക്കെ നല്ല കറിയാണ്. പൂരിക്ക് കഴിക്കുന്നത് അങ്ങനെ ഒരു വഴണ്ട് വരും. ഇത് നമുക്ക് ഒറ്റ കുക്കർ വിസിലടിച്ചില്ല 3 വിസിലടിക്കുമ്പോൾ എടുക്കാം. എടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, വെട്ടിയില്ല. പച്ചമണം മാറ്റുന്നത് നല്ലതായിട്ടങ്ങ് വഴറ്റണം. നല്ല വഴറ്റി കഴിയുമ്പോൾ തക്കാളിപ്പഴം ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഈ കുറച്ച് നന്നായിട്ട് മസാലയിട്ട് ഉള്ളിയിലും തക്കാളിപ്പഴത്തിലൊക്കെ ശരിക്കട്ടെ. നമ്മളിതിന് മസാല ലാസ്റ്റ് നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാലയും മല്ലിയില ലാസ്റ്റ്. നമ്മുടെ തക്കാളിപ്പഴമെല്ലാം നല്ല മസാല പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുക്കറിനകത്ത് കടലയും ഇട്ടിരിക്കുക. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് തുറക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കടല നമുക്ക് ഈ മസാലയ്ക്കകത്തോടിട്ട് നല്ലതായിട്ട് തിളച്ച്
തിളപ്പിച്ച് ഗരം മസാലയും മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. കടല വേകുന്ന സമയത്ത് നമ്മളിപ്പോൾ പൂരിക്കും അങ്ങ് മാവ് കുഴച്ച് വെച്ചു ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടല ഇപ്പം എന്തോ നോക്കാം. കുക്കർ ഇപ്പം ചൂട് ചെറിയ ചൂടുണ്ട്. കുറച്ച് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. മസാല ഇവിടെ ശരിയായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇളക്കേണ്ട ആവശ്യമില്ല. കുക്കർ തുറക്കാൻ പറ്റി. അതിൻ്റെ കടല നല്ലപോലെ വെന്ത് നമുക്ക് കാണാം. വേണ്ടേ, കടല നല്ലതായിട്ട് വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് കടല ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ മസാല ഈ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു തവി കടല എടുത്ത് മാറ്റി വയ്ക്കുക. എന്തിനാണെന്നറിയാമോ, അതൊന്ന് ചതച്ച് ചേർക്കാം. ഇപ്പം കടലക്കറിക്ക് കൊഴുപ്പ് നമുക്ക് മാറ്റണേ. അതിൻ്റെ നല്ലതായിട്ട് ഈ കടലയുമായിട്ട് ചേർന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഇട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടെന്ന് കാര്യമായിട്ട് നോക്കണം. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ചേർക്കാമല്ലോ. ഉണ്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. ഇട്ട് വെച്ച് നമുക്ക് ഈ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി. അതിൻ്റെ കടലയുടെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഈ ചതച്ച് വെച്ച കടലയുണ്ടല്ലോ, അത് നമുക്ക് കറിയിലോട്ടിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രേവി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി ചൂടുവെള്ളം കൂടെ. അതിൻ്റെ ഗ്രേവി ഇച്ചിരി കുറവ്, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കാം. അപ്പം മല്ലിയില ചേർത്ത് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈസി ആയിട്ടുള്ള ഒരു വെള്ളക്കറി ഓഫ് ചെയ്യാം. നമുക്ക് പൂരി ഇനി ഉണ്ടാക്കാം. പൂരി ഉണ്ടാക്കാൻ ചെറിയ ചെറിയ ബോളായിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് എളുപ്പമുണ്ടാകുന്നത് പൂരി ചെറുപ്പം പരത്തി ചെറിയ ചെറിയ പൂരിയായിട്ട് പരത്തിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. ചപ്പാത്തിയെക്കാട്ടി പൂരിക്കാണ് ഈ കറി നല്ലത്. പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ വെക്കണം. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. റിഫൈൻഡ് ഓയിലാണ് നല്ലത്. അതായത് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയുടെ സ്മെല്ലും പൂരിക്ക് എപ്പോഴും ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം എപ്പോഴും ചട്ടി ചൂടായി തുടങ്ങി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുന്നത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായില്ലേ, നമുക്ക് കാണിച്ചിട്ട് അതിൻ്റെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോ പൊരി ഇട്ട് കൊടുക്കാം. ചെറുതെ നേരത്തെ എണ്ണ തിളയ്ക്കാതെ ചെറുതെ ഇട്ട് കൊടുക്കാം. ഈ പൂരി നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു സൈഡാകുമ്പോൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കും. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗ്യാസ് നല്ല ഫുൾ ഇതിലിടണം. ഇത് കുറച്ചിട്ടാൽ പൂരി അങ്ങ് എന്താ പറയുന്നത് നല്ലതായി വെക്കും. നമുക്ക് അടുത്ത ഇടാം. ഇത് പൂരി ശരിയായിട്ട് എണ്ണ അങ്ങോട്ട് കാണട്ടെ. അടുത്ത് വെച്ച് കൊടുക്കും. ഒരു പേപ്പർ വിരിച്ച് അത് നമുക്ക് എണ്ണ ഇതുപോലെ മറ്റുള്ളത് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റോട്ട് ഇതിൻ്റെ രാവിലത്തെ
ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നു. പൂരി കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. സൺഡേ ദിവസങ്ങളിൽ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്.